സൗഹൃദച്ചപ്പ് ജീവകാരുണ്യ പ്രവർത്തന സംഘടന ഇന്ന് നേമം JP ലൈനിൽ കാർത്തിക് മോനെ കാണാനായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. 3ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ 8 വയസ്സുള്ളപ്പോൾ ആദ്യ സ്ട്രോക്ക് വരികയും ഇപ്പോൾ 4ാമത്തെ സ്ട്രോക്ക് കഴിഞ്ഞ് തിരുവനന്തപുരം SITയിലും അതോടൊപ്പം ശ്രീ ചിത്രയിലെ വിദഗ്ധ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞു മകനെ കാണാനാണ് നമ്മളിവിടെ സൗഹൃദച്ചപ്പ് ജീവകാരുണ്യ പ്രവർത്തന സംഘടനയുടെ ചെയർമാൻ ശ്രീ സുദർശന സാറും അതുപോലെ വൈസ് പ്രസിഡന്റ് ശൈലജകുമാർ സാറ്, ജോയിന്റ് സെക്രട്ടറി K ജയകുമാറുള്ള നടുതൽ ഉൾപ്പെടെ നമ്മളിവിടെ വന്നത്. നമുക്ക് ഈ മകന്റെ വിവരം നമ്മളോട് അറിയിച്ചത് SIT ഇൻഹൗസ് ഡ്രഗ്സ് ബാങ്കിന്റെ ചീഫ് ഫാർമസിസ്റ്റും സൗഹൃദച്ചപ്പ് ചാരിറ്റി കുടുംബത്തിന്റെ വൈസ് പ്രസിഡന്റുമായ ശ്രീ ബിജു മുഖേനയാണ് മെനഞ്ഞാന്ന് ഈ വിവരം നമ്മൾ അറിയുന്നത്. അങ്ങനെ ചെറിയൊരു ചികിത്സാ സഹായനിധി നമ്മൾ ഈ മകന് വേണ്ടി കണ്ടെത്തി 30,000 രൂപ ചെറിയൊരു തുകയാണ് നമ്മളെ സംബന്ധിച്ച് ഈ മകന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ മകന് ഇനിയും കൂടുതൽ ചികിത്സ ലഭ്യമാകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അതിന് ഈ തുക കൈമാറുന്നതിന് നമ്മുടെ ചെയർമാൻ ആരാധനായ സൗഹൃദച്ചപ്പ് ചാരിറ്റി കുടുംബത്തിന്റെ എല്ലാമെല്ലാമായ ഗവൺമെന്റ് സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സുദർശന സാറാണ് ഞങ്ങളുടെ ചെയർമാനെ ഈ തുക കൈമാറുന്നു. തുക ആ മകന്റെ അമ്മയെ അടുപ്പിക്കുന്നതിനായിട്ട് ചെയർമാന്റെ കൈവശം തുക നൽകുന്നു. സൗഹൃദച്ചപ്പിന്റെ ഈ സഹായനിധി ഞങ്ങൾ കാർത്തിക്കിന്റെ അമ്മ ശ്രീമതി രാജിയെ ഏൽപ്പിക്കുകയാണ്. 8 വയസ്സുള്ളപ്പോൾ സ്ട്രോക്ക് വരികയും ചലനശേഷിയും കാഴ്ചശക്തിയുമൊക്കെ അതിന്റെ ഭാഗമായി വൈകല്യം സംഭവിക്കുകയും ചെയ്ത കാർത്തിക് മോനെ വിദഗ്ധമായ ചികിത്സകൾ ഇനി ആവശ്യമുണ്ട്, തീവ്ര പരിചരണം ആവശ്യമുണ്ട്. അതിനുവേണ്ടിയുള്ള ഭാരിച്ച ചെലവുകൾ അവശേഷിക്കുമ്പോൾ സൗഹൃദച്ചപ്പിന്റെ ഈ എളിയ സഹായം ഞങ്ങൾ കാർത്തിക് മോന്റെ അമ്മയെ ഏൽപ്പിക്കുകയാണ്. ആരാധനായ പ്രസിഡന്റ് ഇന്ന് ചെറിയൊരു കണ്ണിന് ഒരു ഇഞ്ചക്ഷൻ ഉള്ളതുകൊണ്ട്, കാഴ്ച സംബന്ധമായ ഒരു ഇഞ്ചക്ഷൻ ഉള്ളതുകൊണ്ടാണ് വരാത്തത്. അതുപോലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ ബിജു ഇന്ന് ഡ്യൂട്ടി തിരക്കും കോൺഫറൻസുകളും കാരണമാണ് ബിജുവിനും എത്തിച്ചേരാൻ കഴിയാത്തത്. മറ്റെല്ലാ ഭാരവാഹികളും വിളിച്ച് എല്ലാവരുമായിട്ട് നമ്മൾ വന്നൊരു ആൾക്കൂട്ടം ഉണ്ടാക്കണ്ട എന്നുള്ള കാഴ്ചപ്പാട് ഭാരവാഹികളിൽ നിന്നുണ്ടായതുകൊണ്ടാണ് ചുരുക്കം ഞങ്ങൾ 4 പേര് ഇവിടെ എത്തിച്ചേർന്ന കൂടി പറയുവാൻ ഈ അവസരത്തിൽ പറയും. ഏതായാലും നമ്മുടെ ചാരിറ്റി സംഘടനയുടെ മുഖമുദ്രയായ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നതോടൊപ്പം ഈ കുഞ്ഞുമാലിന് ഞങ്ങളുടെ ഒരു എളിയ സഹായം കൂടി ചെയ്യാൻ കഴിയുന്നതിനുള്ള ചാരിതാർത്ഥ്യം കൂടി ഈ അവസരം അറിയിക്കുന്നു. എത്രയും പെട്ടെന്ന് കൊച്ചുമോനെ സുഖം പ്രാപിച്ച് ആരോഗ്യവാനായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ കൊച്ചുമോൻ കാർത്തിക് എത്രയും പെട്ടെന്ന് അവിടെ വിഷമിക്കുന്നുണ്ട്. എന്നാലും കാർത്തിക് മോന് സർവേശ്വരൻ ആയുരാരോഗ്യ സൗഖ്യവും സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് ഞങ്ങളുടെ സൗഹൃദച്ചപ്പ് ചാരിറ്റി കുടുംബത്തിലെ സംഘടനക്കാർ മൊത്തം പ്രാർത്ഥിക്കുന്നു, സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വാർത്തയൊക്കെ അറിഞ്ഞിട്ട് കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തകർ ഈ സഹായവുമായി വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ രാജി ബന്ധപ്പെടാനുള്ള ആ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞോളൂ. 8129465452. ഓക്കെ.